നമ്മളെ മലപ്പുറം ജില്ല പാണ്ടിക്കാട് പൂളമല്ല എന്ന സ്ഥലത്താണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത്. കടയുടെ പേര് സ്കിൽ പവർ പൂളമല്ല കാക്കശ്ശേരി എന്നാണ്. ഞാൻ 10ാം ക്ലാസ് മുതൽ കഴിഞ്ഞ ഉടനെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ ഈ വർക്ക് തുടങ്ങി. അങ്ങനെ ഒരു 5 വർഷത്തോളം വർക്ക് പഠിച്ചു. പിന്നെ അങ്ങനെ സൗദിയിൽ പോയി. പിന്നെ വീണ്ടും സൗദിയിൽ വന്നിപ്പോൾ ഞങ്ങളുടെ കട ഇട്ടിട്ട് ഒരു 18 വർഷത്തോളം ആയിപ്പോൾ. ഇപ്പൊ നമ്മൾ കുറെ ഈ വാർപ്പുകൾ ഒഴിവാക്കി കുറെ ഓട്, പുതിയ ഓട്, പഴയ ഓട്, പുതിയ ഓട്, അങ്ങനെ വർക്കുകൾ നമ്മളിങ്ങനെ മാറ്റം വരുത്തി. അതിനങ്ങനെ അടിയിൽ നമ്മളെ വീടിന്റെ വർക്കിന്റെ അടിയിൽ റൂഫ് ടൈലാണ് സാധനം വെച്ച് പിന്നെ ഭംഗി കൂട്ടാനും അങ്ങനെ നമ്മൾ കൂടുതൽ വർക്കുകൾ പോകണം. പിന്നെ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ടാറ്റകള്, പിന്നെ JSW, അങ്ങനെ ജിന്താൾ, അങ്ങനെ കമ്പനി സാധനങ്ങൾ മാത്രമാണ് ഇപ്പൊ നമ്മള് യൂസ് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ കമ്പനികൾ കുറെ പൊതുവെ മോശപ്പെട്ട കമ്പനികൾ വന്നുകൊണ്ട് ഷീറ്റുകൾ വളരെ മോശമായി. ഇപ്പൊ ഫുള്ള് കമ്പനി സാധനങ്ങളാവുകൊണ്ട് അതിന് നല്ല കാലങ്ങൾ, ഒരുപാട് വർഷങ്ങൾ ഒരു കംപ്ലൈന്റും കൂടാതെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഓട് ഇപ്പൊ നമ്മൾ വാർപ്പിന്റെ മുകളിൽ ഓട് മേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ വാർപ്പിനെ സുരക്ഷിതമായ ഓട് നിലനിർത്തും. അത് വലിയൊരു ഘടകമാണ്. പിന്നെ നമ്മൾ പൈപ്പുകൾ ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോളിന്റെ മറ്റേ നല്ല കമ്പനി നല്ല 16 ഗേജ് സാധനമാണ് കാര്യമായിട്ട് ലൂസ് ചെയ്യല്. പിന്നെ ഇവിടെ ഗേറ്റിന്റെ വർക്കുകൾ കണ്ടമാനം നടക്കുന്നുണ്ട്, ഗ്രില്ലുകൾ കണ്ടമാനം നടക്കുന്നുണ്ട്, KCBന്റെ ബെൻഷിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് കാര്യപ്പെട്ട് നടക്കുന്നുണ്ട്. 42-45 സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ജനറേറ്റർ കാര്യങ്ങള്, പിന്നെ സ്റ്റാഫുകൾ കൂടുതലും മലയാളികളാണ്. ഹിന്ദിക്കാര് പൊതുവെ എൻ്റെ സ്ഥാപനത്തിൽ പൊതുവെ കമ്മിയാണ്. കാരണം വെച്ചാൽ നമ്മള് നാട്ടുകാർക്ക് പണി ഉണ്ടായിക്കോട്ടെ, നമ്മൾ പുറം മേഖലയിലുള്ള നമ്മൾ നാട്ടുകാർക്ക് പണി ഉണ്ടായിക്കോട്ടെ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മുൻഗണന നൽകിയിട്ടുള്ളത്. കൂലിയും കാര്യങ്ങളും മലയാളികൾക്ക് കുറച്ച് കൂടുതലും കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും കൂടിയിട്ട് നമ്മൾ നാട്ടുകാർക്ക് തന്നെ പണി ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് കൂടുതലും നമ്മൾ മലയാളികളെ നിർത്തിയിട്ടുള്ളത്. ഹിന്ദിക്കാരെ വല്ലാതെ നിർത്താതെ ഹിന്ദി കാര്യങ്ങൾ സംസാരിക്കാനും കാര്യങ്ങളും നമ്മൾ മലയാളം പോലെ നമ്മൾ സംസാരിക്കാൻ ഹിന്ദി അറബി നമുക്ക് അറിയും. പക്ഷെ എന്നാലും കൂടി ഹിന്ദിക്കാർ പൊതുവെ എന്റെ സ്ഥാപനത്തിൽ കുറച്ച് കമ്മിയാണ്. കാരണം ഇതിന് മുന്നേ ഒരു 4-5 പണിക്കാരുണ്ടാവും, ഇപ്പൊ നാട്ടിൽ പോയതാണ് ഓൾറെഡി. ഒരേ സമയം നമ്മള് 12 വീടുകളിൽ നമ്മള് വർക്ക് സ്റ്റാഫുകൾ 12 വീടുകളിൽ 3 പണിക്കാർ വെച്ച് നമ്മൾ 12 വീടുകളിൽ വർക്ക് നടക്കും. പിന്നെ നമ്മള് കടയിൽ നമ്മൾ ഓൾറെഡി 5-6 പണിക്കാർ ഓൾറെഡി ഗേറ്റ് ഗ്രില്ലായ വർക്കുകൾ നടന്നു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുണ്ട്. പിന്നെ വണ്ടി കാര്യങ്ങൾ, വണ്ടി സൗകര്യമായ ഡ്രൈവർ കാര്യങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ജനറേറ്റർ കാര്യങ്ങൾ, കറണ്ട് ഇല്ല മലേരിയ മേഖലയിലാണ് ജനറേറ്റർ ഉണ്ട്. ജനറേറ്റർ കൊണ്ടുപോയിക്കൊണ്ട് നമ്മള് അതിനെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ആക്കിക്കൊണ്ട് പോരും. മൊത്തത്തിൽ നമ്മൾ എടുക്കും. ഇനി അല്ല മറ്റേ ആ വീട്ടുകാര് സാധനം വാങ്ങി തെത്തുന്ന നമ്മൾ ലേബർ മാത്രമാണെങ്കിൽ അങ്ങനെ നമ്മള് വർക്കുകൾ എടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് നമ്മള് കൂടുതൽ നമ്മൾ നാട്ടുകൂടെ തന്നെയാണ്. കൂടുതൽ നമുക്ക് ഈ ഓട് വർക്കും ഗേറ്റുമാണ് നമുക്ക് കൂടുതൽ മുൻഗണന നമ്മൾ നൽകിയിട്ടില്ല. കാരണം ഓട് വർക്ക് നമ്മൾ കണ്ടമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ വിട്ടുതരാം. പിന്നെ ഗേറ്റുകളും തന്നെ ഇപ്പൊ ആഴ്ചയിൽ 2-3 ഗേറ്റ് ഇവിടെ ആഴ്ചയിൽ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഉള്ളതാണ്. അതുപോലെ ചുറ്റുവട്ടത്തൊരു നല്ലപോലെ പാണ്ടിക്കാട്, വേലാറ്റൂർ, കരുവാരകുണ്ട്, മരാട്ടപ്പടി, കൊടശ്ശേരി ആ ഭാഗങ്ങളിൽ കംപ്ലീറ്റ്, വാണിയമ്പലം ഭാഗങ്ങൾ കംപ്ലീറ്റ് ഏതാനും വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വർക്കുകൾ നമ്മളെ വർക്കിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മളെ സംസാരങ്ങളും കാര്യങ്ങളും ക്ലിയർ ആകുമ്പോഴാണ് നമുക്ക് അടുത്ത വർക്ക് ആളുകൾ തരുള്ളൂ. അങ്ങനെ വർക്ക് എന്നും നമുക്ക് ഒരേ മാതിരി കാണും. അതിൽ കമ്മിയും കാര്യങ്ങളും നമുക്ക് വന്നിട്ടില്ല. അതിലിപ്പോ നമ്മൾ പണിക്കാരുടെ സ്റ്റാഫുകളോട് ചോദിച്ചാൽ തന്നെ അറിയാലോ, വർക്കും കാര്യങ്ങളും അവർക്ക് കമ്മി വന്നിട്ടില്ല. 3 വർഷമായി കൊണ്ടും വർക്കും കാര്യങ്ങളും നമുക്ക് കമ്മി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഭയങ്കര വർക്ക് റേറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് കിട്ടൂല. കമ്മിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ലാഭമല്ല, നമ്മൾ പണിക്കാരുടെ കാശിന് ചിലപ്പോൾ കിട്ടാത്തൊരു സംഗതി വരും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഒരു മിതമായ രീതിയിലുള്ള ഒരു റേറ്റിലാണ് നമ്മൾ എടുക്കല്. കൂടുതൽ ലാഭമില്ലാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മൾ എടുക്കല്. അങ്ങനെ കുറെ വർക്കുകൾ നമ്മൾ ചെയ്യലുണ്ട്. അതായത് ഇപ്പൊ ആ ഭാഗത്ത് ഇങ്ങനെ ചെയ്താൽ ശരിയാവും,
ഈ ഭാഗത്ത് ഇങ്ങനെ ശരിയാവും, ആ ഭാഗത്തൊരു ടൈപ്പ് കൊടുക്കുക, അങ്ങനെ വീടിനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ കുറെ നമ്മള് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുറെ ആൾക്കാർ കുറെ അതിനെ ഇതാക്കും. പൈസ വലിയ പ്രശ്നമില്ലാത്ത പോലെ ആയിക്കോട്ടെ അവിടെ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഗേറ്റ് ചെയ്യുകയാണെങ്കിലും ഗേറ്റ് ഇങ്ങനെ ചെയ്യാം, ഈ ടൈപ്പ് മോഡൽ ചെയ്യാറുമ്പോ പോലെ കുഴപ്പമില്ല. പിന്നെ നമ്മളതിന്റെ മോഡൽസ് കുറെ വിട്ടു കൊടുക്കും. അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ മതി എന്ന് പറയും. അങ്ങനെ കുറെ വർക്കുകളുണ്ടാവും. ഇപ്പൊ കൂടുതലും പഴയ നാച്ചുറൽ രൂപത്തിലേക്കാണ് പോകുന്നത്. കാരണം വെച്ചാല് പഴയ ഓട് വെക്കുക, അതിന്റെ അടിയിൽ സീലിംഗ് ഓട് വെക്കുക. ഇപ്പൊ വേറും വീടുകൾ അങ്ങനെയാണ്. ഞാനിപ്പോ 5-8 വീട് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൊല്ലോട്ടാർക്ക് അമ്പലത്തിന്റെ അവിടെ വലിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നടുമുറ്റൊക്കെ ഉള്ള വീടുകളാണ്. അതൊക്കെ അടിയിൽ കൂടെ സീലിംഗ് ഓട് വെച്ചിട്ട് മുകളിൽ പഴയ ഓട് വെച്ച് കാണാൻ, പുതിയ ഓട് വെച്ചിട്ട് അങ്ങനെയുണ്ട്. പിന്നെ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് കാര്യമായിട്ട് നമ്മളെ ഈ മരത്തിന്റെ മോഡലിൽ HPL ഷീറ്റ് പോലത്തെ ഗേറ്റുകളാണ് ഇപ്പൊ കൂടുതലും. അല്ല, നമ്മളെ സ്ക്വയർ പൈപ്പ് കൊണ്ട് ഫ്രെയിം കൂട്ടിയിട്ട് പിന്നെ അതിൽ HPL ഷീറ്റ് നമ്മളതിൽ സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റെയർകേസ് ഇപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യണത് നമ്മള് ചെറിയ പൈപ്പുകൾ ഇങ്ങനെ നേരെ കീപ്പിട്ടാക്കി കൊടുത്തിട്ടുള്ള വർക്കുകളാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. അതില് കാര്യമായിട്ട് വുഡൻ ടൈപ്പ് മോഡലുകളാണ്. അതായത് മുകളില് നമ്മള് ചില ഏതാനും വീട്ടിലുള്ള മുകളിൽ വുഡ് വെക്കും, ചിലര് നേരെ മുകളിൽ സ്റ്റീൽ വെക്കും. ഇപ്പൊ സ്റ്റീൽ ഇപ്പൊ പൊതുവെ ഇപ്പൊ നമ്മുടെ മേഖലയിൽ നിന്ന് എടുത്തു പോയി. ഇതിന് മുന്നേ കൂടുതൽ സ്റ്റീലായിരുന്നു. സ്റ്റീലിന്റെ മുന്നേ ഫുള്ള് കാസ്റ്റൻ ഡിസൈൻ. ആ ഡിസൈനൊക്കെ മാറി ഇപ്പൊ ഫുള്ള് സ്ക്വയർ ട്യൂബ് നമ്മൾ അപ്പോളോ ആർക്കേസ് ആ കമ്പനി സാധനങ്ങളൊക്കെ ആണ്. അല്ലെങ്കിൽ ഒരു GI പൈപ്പിലേക്കാണ് ഇപ്പോൾ നമ്മള് കൂടുതലും മറ്റേ ഈ സ്റ്റെയർ കേസുകൾ വരുന്നത്. തുടങ്ങിയത് നമ്മളൊരു 2-3 പണിക്കാര്, പിന്നെ അങ്ങനെ മാസങ്ങളോളം അങ്ങനെ കൂടുതൽ പണിക്കാരന് 49 വരെ പണിക്കാർ ഉണ്ടാഞ്ഞപ്പോ 2-3 ആൾക്കാർ ഗൾഫിൽ പോയി. ഫാമിലിയിൽ ഇപ്പൊ നമ്മള് ഞങ്ങള് 5 ആളുകളാണ്. അച്ഛനമ്മയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാന് കല്യാണം കഴിച്ചപ്പോ ഒരു മോനും മോളും ഉണ്ട്. അങ്ങനെ നമ്മള് ഒരു വർക്ക് എടുക്കുമ്പോ നമ്മളങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മളെ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്യാണ്. കാരണം വേറെ ഒന്നും നമ്മൾ ചിന്തിക്കണില്ല. രാവിലെ 8-7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് രാത്രി 9 മണിയാകുമ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോ അപ്പൊ അതിന് ഫീൽഡിനോട് യോജിച്ച് ഇങ്ങനെ പോവാണ്. പണിക്കാലത്ത് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ IBM വർക്കുകള്, പിന്നെ നമ്മള് ക്രെയിൻ ഉപയോഗിച്ചിട്ടുള്ള വലിയ വർക്കുകള്, കല്യാണ മണ്ഡപങ്ങള്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആഗ്രഹം നമ്മളൊരു വലിയൊരു കമ്പനി ആയി ഇങ്ങോട്ട് തുടങ്ങണം. അങ്ങനെ കുറെ ആൾക്കാർക്ക് സ്ഥിരമായിട്ടൊരു പണി കൊടുക്കണം. അങ്ങനെ ഒരു താല്പര്യമാണ് എനിക്കുള്ളത്. ആ പണിക്കാർക്കൊന്നും സ്ഥിരമായിങ്ങാണ്ട് ഒരു തൊഴിൽ നിന്നിട്ടുള്ള വർക്ക് ചെയ്യാൻ ഒരു കമ്പനി തുടങ്ങാന് അത് എന്നുമില്ല താല്പര്യമാണ്. പക്ഷേ അതിപ്പോ ഈ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാല് നമ്മളെ വീടുകൾക്കുള്ള നമുക്ക് കാര്യമായിട്ടുള്ള വർക്കാണ്. അപ്പൊ ഈ മേഖലയിൽ എന്ന് വെച്ചാൽ വലിയൊരു കമ്പനിയായി തുടങ്ങിയിട്ട് ഇനി കുറച്ച് മറ്റേ ഗേറ്റുകൾ ഉണ്ടാക്കി വെക്കുക, പിന്നെ അവിടുന്ന് അങ്ങനെ വിറ്റ് ചെലവാക്കുന്ന രീതിയില് ഭാവി തലമുറകൾ അങ്ങനെ ആയി വരും എന്നൊക്കെ തോന്നുന്നു. ഇങ്ങനത്തെ ഒരു മേഖലയിൽ തുടങ്ങുക എന്ന് പറയുമ്പോ അതിന് നമ്മളെ ലാഭവിഹിതങ്ങൾ കണക്കൂട്ടുമ്പോ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരേമാതിരിക്കായിരിക്കും. ലാഭങ്ങള് പൊതുവെ കമ്മിയായിരിക്കും. കാരണം ഒരാൾക്കാര് പറയുമ്പോ 5 രൂപ കമ്മിയാക്കി പറയും. പിന്നെ ഒരാൾ വരുമ്പോ അങ്ങനെ ആ ഫീൽഡിന് ഒരു യോജിപ്പില്ലാത്ത രീതിയിലാണ് മേഖലകൾ വരിക. ഒരു ഫിക്സഡ് റേറ്റ് ഇതിന് നമ്മളെ ഈ ഇൻഡസ്ട്രിയൽ മേഖലകളിൽ ഉണ്ട്. പക്ഷെ അതും ആരും വിനിയോഗിക്കുന്നില്ല. അസോസിയേഷൻ നല്ല സപ്പോർട്ട് തന്നെയാണ്. ഇൻഷുറൻസും കാര്യങ്ങളും നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇതിനെ പറ്റി അപകടങ്ങൾ സംഭവിച്ചതിന് ഇൻഷുറൻസും കാര്യങ്ങളും നമ്മളെ സംഘടന കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ സംഘടന രൂപീകരിച്ച് പോരെ. അപ്പൊ നമ്മള് ബാർബർ ഷോപ്പിന് ഇത്ര രൂപ, ആ രൂപയില് മുടി വെട്ടാൻ പാടുള്ളൂ, അങ്ങനെ ഓരോ ടൈലറിങ്ങിന് അങ്ങനെ ഒരു നിബന്ധനകൾ നമ്മളെ ഇൻഡസ്ട്രിയൽ മേഖലയിലുണ്ട്. പക്ഷെ അതാരും കീപ്പ് ചെയ്യണില്ല. കാരണം വർക്ക് കിട്ടാൻ വേണ്ടിങ്ങാണ്ട് ഓരോരുത്തർ ആ റേറ്റിനെ മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് തന്നെ അതില് കുറെ പണിക്കാരുണ്ടാകുമ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് വരുന്നത്. മലപ്പുറം ജില്ല പാണ്ടിക്കാട് പൂളമണ്ണ പള്ളിന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കടല്. സ്കിൽ പവർ കാക്കശ്ശേരി എന്നാണ് കടയുടെ പേര്.